ഇന്ന് നമുക്കൊരു കുട്ടി സ്റ്റോറി കേൾക്കാം. എനിക്കുണ്ടല്ലോ ഫ്യൂ ഡേയ്സ് മുന്നേ കുറച്ച് മെസ്സേജസ് വന്നു. അതും കുഞ്ഞനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ ഹാമ്പർ സെറ്റ് ചെയ്യാൻ. ബർത്ത്ഡേക്ക് ഇനി 3 days മാത്രമേ നമ്മളെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ ഹാമ്പർ ചെയ്യാൻ. ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും സെറ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അവസാനം കസ്റ്റമർ പറഞ്ഞ എല്ലാ ഐറ്റംസും ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസിന്റെ ലിസ്റ്റ് വരെ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഞാൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തെങ്കിലും അവസാനം 3 ഐറ്റംസ് എനിക്ക് കിട്ടാതെ വന്നു. 2 days ഡെലിവറി ഓപ്ഷനിൽ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്തെങ്കിലും സാധനം 2 days എനിക്ക് കിട്ടിയില്ല. ഞാൻ ടെൻഷൻ അടിച്ച് കസ്റ്റമറിന് മെസ്സേജ് അയച്ചപ്പോൾ ആള് ഭയങ്കര കൂളായിരുന്നു. കുഴപ്പമില്ല, അത് കൊറിയർ അയച്ചാൽ മതി, പ്രശ്നമില്ല, ഉള്ള സാധനം വെച്ച് സെറ്റ് ചെയ്താൽ മതി എന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞത്. എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വെക്കാതെ വരുമ്പോൾ അതൊരു സങ്കടമാണല്ലോ. നമ്മുടെ എഫേർട്സ് ഒക്കെ മനസ്സിലാക്കി നിൽക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ടല്ലോ എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. 3 ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തലേന്ന് കസ്റ്റമറോട് പറഞ്ഞപ്പോൾ കസ്റ്റമർ എന്നോട് പറഞ്ഞ കാര്യം, ഈ കുറഞ്ഞ ടൈമിൽ ഇത്രയും ഐറ്റംസ് സെറ്റ് ചെയ്യാൻ എടുത്ത എഫേർട്ട് തന്നെ ധാരാളമാണ്. ചേച്ചിയായിട്ടുള്ള ഞാൻ എടുക്കേണ്ട എഫേർട്സ് അല്ലേ താൻ എടുക്കുന്നത്, എനിക്ക് വേണ്ടി താൻ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ എന്നായിരുന്നു അതിനുള്ള റിപ്ലൈ. ഭാഗ്യത്തിന് എനിക്ക് പ്രോഡക്ട്സ് അന്ന് രാവിലെ തന്നെ ഡെലിവർ ആയി. നമുക്ക് ഈവനിങ് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ രാവിലെ കിട്ടിയ എല്ലാ പ്രോഡക്ട്സും കൂടെ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ പറഞ്ഞ അടുത്തൊരു റിക്വയർമെന്റ് ആയിരുന്നു ട്രോളി ഹാമ്പറിൽ സാധനങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്താൽ മതിയെന്ന്. കസ്റ്റമർ ലാസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് വെയിറ്റിംഗ് ആയിരുന്നു. അത് പറഞ്ഞ് തന്നെ 3-4 വട്ടം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഹാമ്പർ കസ്റ്റമർ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റി. ആൻഡ് കസ്റ്റമർ നല്ല രീതിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അനിയത്തിയുടെ മുഖത്ത് ഒരു ഹാപ്പിനെസ് കാണണമെന്നായിരുന്നു ആൾക്ക് ആഗ്രഹം. അനിയത്തി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എക്സ്പെക്ട് പോലും ചെയ്യില്ല. അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രീതിക്ക് എക്സൈറ്റഡ് ആവുമെന്ന് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹാമ്പർ സെറ്റാക്കി ഈവനിങ് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് ഡെലിവറി ആണ് ചെയ്തത്. അനിയത്തിയും ഹാപ്പിയായി, കസ്റ്റമർ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അപ്പോൾ അടുത്ത കുട്ടി സ്റ്റോറി ആയിട്ട് വരുന്നവരേക്കും അണ്ടിൽ ദെൻ ബൈ.